ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ ഏകദേശം 6 ടെൻസുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി 2 ടെൻസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറഞ്ഞ സമയത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞ സമയത്ത് ചെറിയൊരു മാറ്റമുണ്ട്. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഇതായിരുന്നു സെൻറ്റൻസ്. പ്രിൻസിപ്പാൾ ഹാസ് കോൾഡ് സ്റ്റുഡൻസ്. പ്രിൻസിപ്പാൾ ഹാസ് കോൾഡ് സ്റ്റുഡൻസ് എന്നുള്ളതായിരുന്നു സെൻറ്റൻസ്. ഇതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റാനായിരുന്നു? പാസീവിലേക്ക് മാറ്റാനായിരുന്നു. ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഏത് ആദ്യം തന്നിട്ടുള്ളത്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ഏതിലേക്ക് മാറ്റാണ്? പാസീവിലേക്ക് മാറ്റാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റുഡൻസ് ആദ്യം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എഴുതി. ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് ആദ്യം നമ്മൾ എഴുതി സ്റ്റുഡൻസ് എന്ന് എഴുതി. ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം, ഹാവ് ഉപയോഗിക്കാം. ഇതാണ് ഇതൊരു പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ഒറ്റ ആളുള്ള, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത്? ഹാസ് ഉപയോഗിച്ചത്. അതേസമയം നമുക്ക് സ്റ്റുഡൻസ് എന്നായതുകൊണ്ട് നമ്മളിത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുള്ളത് കൊണ്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനവിടെ പറഞ്ഞ സമയത്ത് ഹാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്? സ്റ്റുഡൻസ് ഹാവ് ശേഷം എന്ത് ചേർക്കണം? ബീൻ എന്ന് ചേർക്കണം. ശേഷം എന്ത് ചേർക്കണം? ബീൻ. അപ്പം സ്റ്റുഡൻസ് ഹാവ് ബീൻ, ദെൻ വെർബിൻ്റെ V3 ഫോം അത് അതുപോലെ എഴുതാം. കോൾഡ് ബൈ പ്രിൻസിപ്പാൾ. ഓക്കെ, കുട്ടികളെ പ്രിൻസിപ്പാളെ വിളിക്കപ്പെട്ടു പറഞ്ഞ പ്രിൻസിപ്പാൾ കുട്ടികളെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പം അതാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. ആദ്യം ഒബ്ജക്റ്റ്, ദെൻ പിന്നെന്താണ്? ഓക്സിലറി വെർബായിട്ടുള്ള ഹാവ് ഉപയോഗിക്കണം. കാരണം ഇത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത്. ദെൻ ശേഷം എന്ത് കൊടുക്കണം? ബീൻ എന്ന് കൊടുക്കണം. ഏതിലേക്ക് മാറ്റുമ്പോൾ? പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീൻ എന്ന് ആഡ് ചെയ്യണം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ വെർബിൻ്റെ V3 ഫോം ദെൻ ബൈ പ്രിൻസിപ്പൾ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ ആ സബ്ജക്റ്റ് അതുപോലെ എടുത്ത് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യം പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വില്ല്, ഷാള് പ്ലസ് വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ തന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യം ശ്രദ്ധിക്കുക, സാധാ പോയിന്റ് തന്നെ വല്ല മാറ്റമൊന്നുമില്ല. ശ്രദ്ധിക്കുക, ആദ്യം ഒബ്ജക്റ്റ് എഴുതുക, ദെൻ വില്ല്, ഷാള് ഏതെങ്കിലും ഒന്ന് എഴുതുക, ദെൻ ബി എന്ന് ആഡ് ചെയ്യുക, പ്ലസ് ബി, ദെൻ വെർബിൻ്റെ V3 ഫോം. വെർബിൻ്റെ V3 ഫോമിന് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഉദാഹരണം ശ്രദ്ധിക്കുക. ഉമേഷ് വിൽ കോൾ മീ. ഉമേഷിനെ വിളിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ ആദ്യം നമ്മൾ കൊണ്ടുവരിക. ഒബ്ജക്റ്റ് ഐ എന്നാകും. അതായത് മീ എന്നുള്ളത് എന്താവും? പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പാസീവിലേക്ക് വരുമ്പോൾ അത് എന്താവും? ഐ എന്നാകും. ഓക്കെ, ദെൻ പിന്നെ നേരെ എന്ത് ചെയ്തുക? ആ ഓക്സിലറി ബി ചെയ്തുക, ഐ വിൽ എന്ന് എഴുതി. ശേഷം എന്ത് ചേർക്കണം? ബി എന്ന് ചേർക്കണം. ബി അതാണ് ഇവിടെ പറഞ്ഞത്. വില്ല് ഓർ ഷാള് പ്ലസ് ബി എന്ന് പറയുകയാണ്. ബി, ദെൻ വെർബിൻ്റെ V3 ഫോം കോൾഡ്. അപ്പം ഐ വിൽ ബി കോൾഡ്. ഓക്കെ, ഐ വിൽ ബി കോൾഡ് എന്ന് വരും. ദെൻ അടുത്ത് നോക്കൂ. ഹി വിൽ റൈറ്റ് എ സ്റ്റോറി. അവൻ ഒരു കഥ എഴുതുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ ഒബ്ജക്റ്റ് എ സ്റ്റോറി എന്നുള്ളതാണ്. അത് അതുപോലെ കൊണ്ടുവരിക. എ സ്റ്റോറി എന്ന് എഴുതി. ശേഷം ഓക്സിലറി വെർബായ വില്ലുണ്ട് അല്ലേ? ആ വില്ല് അതുപോലെ എഴുതി. ദെൻ പിന്നെ എന്ത് കൂട്ടി? പ്ലസ് ബി ഫോം കൂട്ടി അല്ലേ? പ്ലസ് എന്ത് കൂട്ടി? ബി എന്ന് കൂട്ടി. ദെൻ പിന്നെന്താണ്? V3 ഫോം. വെർബിൻ്റെ V3 ഫോം. റൈറ്റ് എന്നതിൻ്റെ V3 ഫോമാണ് റിട്ടൺ. അപ്പോൾ അത് അതുപോലെ കൊടുത്തു. ദെൻ ബൈ അല്ലേ? ബൈ ഹിം. ഹി എന്നുള്ളത് എന്താകും? ഹിം എന്നാകും. ഓക്കെ, അപ്പോൾ എ സ്റ്റോറി വിൽ ബി റിട്ടൺ ബൈ ഹിം എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് തന്നാൽ ഏതിലേക്ക് മാറ്റുന്ന രീതി എന്ന് പറയുന്നത്. ഏതിലേക്ക് മാറ്റുന്ന രീതി? പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, വിട്ടുപോകരുത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പം സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല. പിന്നെ പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് നിങ്ങൾക്കറിയാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തായിരിക്കും? വിൽ ഹാവ്, അതുപോലെ തന്നെ ഷാൾ ഹാവ് പ്ലസ് വെർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വിൽ ഹാവ് അതുപോലെ തന്നെ ഷാൾ ഹാവ് പ്ലസ് വെർബിൻ്റെ V3 ഫോമാണ് ഇതിൽ ഉപയോഗിക്കുക? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാവ് ഒക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് കൂടെ ഒരു വില്ല് കൂടുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ഒരു സെൻറ്റൻസ് എന്നാൽ അതിനെ എങ്ങനെ പാസീവ് ഫോമിലേക്ക് മാറ്റുന്നതാണ് നോക്കുന്നത്. ഓക്കെ, ഉദാഹരണം ശ്രദ്ധിക്കുക. ഷീ വിൽ ഹാവ് ഡ്രോൺ എ പിക്ചർ അല്ലേ? ഷീ വിൽ ഹാവ് ഡ്രോൺ എ പിക്ചർ. അവൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഇതിലേക്ക് മാറ്റണം? ഇതിനെ പാസിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എ പിക്ചർ എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ, ഒബ്ജക്റ്റ് അപ്പോൾ എ പിക്ചർ എന്ന് എഴുതി നമ്മൾ ഒബ്ജക്റ്റ് എഴുതി. ശേഷം ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള ഓക്സിലറി വേർബുകൾ അതുപോലെ എഴുതുക. വിൽ ഹാവ് അല്ലേ?
അപ്പോൾ അത് അതുപോലെ കൊടുത്തു, വിൽ ഹാവ് എന്ന് കൊടുത്തു, വിൽ ഹാവ് എന്ന് നൽകി. ശേഷം എന്ത് ചേർക്കണം? ബീൻ എന്ന് ചേർക്കണം. ഞാൻ ഇവിടെ എഴുതിയ ബീൻ അഡീഷണൽ ചേർക്കേണ്ടത് എന്താണ്? ബീൻ പ്ലസ് ബീൻ എന്ന് വരും. ഓക്കെ, ബീൻ അവിടെ നമ്മൾ ഉപയോഗിച്ച് ബി എന്നാണ്, ഇവിടെ നമ്മൾ ബീൻ എന്നാണ് ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ ഹാവ് എന്ന സമയത്ത് ബീൻ അല്ലേ കൂട്ടിയത്, അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബീൻ എന്ന് എഴുതി. ദെൻ പിന്നെന്താണ്? വേർബ് അല്ലെ, വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഡ്രോൺ എന്നുള്ളത്, വേർബിന്റെ V3 ഫോം. അപ്പം ഇതിൽ തന്നെ തന്നത് തന്നെ V3 ആണ്, അതുകൊണ്ട് നേരെ അതുപോലെ എഴുതിയാൽ മതി. ദെൻ ബൈ ഹർ അല്ലെ, ഷീ എന്നുള്ള എന്താവും? ഹർ എന്നാകും. ഓക്കെ, അപ്പോൾ എന്താണ്? എ പിക്ചർ വിൽ ഹാവ് ബീൻ ഡ്രോൺ ബൈ ഹർ എന്ന് വരും. ഓക്കെ, ഇതിനടുത്ത് നോക്കൂ, ഐ വിൽ ഹാവ് പോസ്റ്റഡ്, ഐ വിൽ ഹാവ് പോസ്റ്റഡ് എ ലെറ്റർ, ഞാനൊരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ഇതല്ലേ, അപ്പോൾ അതിന് ആദ്യം ഒബ്ജക്റ്റ് എഴുതി, എ ലെറ്റർ എന്ന് എഴുതി. ശേഷം എന്ത് ചെയ്യും? തന്നിട്ടുള്ള ഓക്സിലറി വേർബ് അതുപോലെ എഴുതി, വിൽ ഹാവ് എന്ന് അതുപോലെ എഴുതി, പ്ലസ് എന്ത് കൂട്ടി? ബീൻ എന്ന് കൂട്ടി കൊടുത്തു, ബീൻ. ഓക്കെ, പ്ലസ് ബീൻ എന്ന് കൂട്ടി. ദെൻ വേർബിൻ്റെ V3 ഫോം എന്താണ്? പോസ്റ്റഡ്, പോസ്റ്റഡ് അതാണ് അവിടെ കൊടുത്തത്. ഓക്കെ, ചില ഇതിൽ വൈ ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ടെൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സംഗതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇംപറേറ്റീവ് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ, ഇംപറേറ്റീവ് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇംപറേറ്റീവ് സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാം, ഒരു ആജ്ഞ, അതുപോലെ തന്നെ പിന്നെ അപേക്ഷ, കമൻറ്റ്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ എന്ത് ഉപയോഗിക്കുന്നത്? ഇംപറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ പറയാം? ഒരു തുടക്കത്തിൽ വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് നമുക്ക് എന്ത് പറയാം? ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് നമുക്ക് എന്ത് പറയാം? ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ അപ്പോൾ ശ്രദ്ധിക്കുക, ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് തന്നത് എങ്കിൽ എങ്ങനെ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തുക? ലെറ്റ് എന്ന് എഴുതുക. ഇംപറേറ്റീവ് സെൻറ്റൻസ് ചെയ്താൽ ആദ്യം ലെറ്റ് എന്ന് എഴുതുക, ശേഷം ഒബ്ജക്റ്റ് എഴുതുക, ദെൻ ബി എന്ന് കൂട്ടി കൊടുക്കുക, ബി പ്ലസ് വേർബിൻ്റെ V3 ഫോം. ഓക്കെ, അപ്പോൾ ആദ്യം ലെറ്റ് എന്ന് എഴുതുക, ദെൻ പിന്നെ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് എഴുതുക, ദെൻ ബി എന്ന് ആഡ് ചെയ്യുക, ദെൻ വേർബിൻ്റെ V3 ഫോം. ഓക്കെ, ഇതാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. റൈസ് യുവർ ഹാൻഡ്സ്, റൈസ് യുവർ ഹാൻഡ്സ് അല്ലെ, റൈസ് യുവർ ഹാൻഡ്സ് 2015 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2015 ചോദിച്ചതാണ് കേട്ടോ. 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈസ് യുവർ ഹാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കൈ ഉയർത്തുക എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ഒരു കമൻറ്റാണ് റൈസ് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ കമൻറ്റ് എന്ന് മനസ്സിലാക്കി വേണ്ട, ഇത് തുടങ്ങുന്നത് വെർബിലാണ്. വെർബിൽ തുടങ്ങുകയാണെങ്കിലും അതിൽ നമുക്ക് എന്ത് പറയാം? ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലേക്ക് മാറ്റാം? നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യണം? ലെറ്റ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പിന്നെ ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്തണം? നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം. ആ ഒബ്ജക്റ്റ് നമ്മൾ എഴുതി, യുവർ ഹാൻഡ്സ് എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ എഴുതി. ഓക്കെ, യുവർ ഹാൻഡ്സ്. ദെൻ ശേഷം എന്ത് ആഡ് ചെയ്യണം? ബി എന്ന് കൂട്ടി കൊടുക്കണം. അപ്പം ബി എന്ന് എന്ത് ചെയ്ത് കൂട്ടി കൊടുത്തു. ദെൻ വെർബിൻ്റെ V3 ഫോം റൈസ് എന്നുള്ളതിൻ്റെ V3 ഫോമാണ് എന്ത്? റൈസ്ഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റൈസ്ഡ് എന്ന് വരും. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ചെയ്യാം, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആകും. ശ്രദ്ധിക്കുക, പോസ്റ്റ് ദിസ് ലെറ്റർ അല്ലേ, പോസ്റ്റ് ദിസ് ലെറ്റർ, അതൊക്കെ മുൻകാല ചോദ്യമാണ്, ശ്രദ്ധിക്കണം. പോസ്റ്റ് ദിസ് ലെറ്റർ, ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെറ്റ് നമ്മൾ പറഞ്ഞ ആദ്യം എന്ത് ചെയ്യുക? ലെറ്റ് എന്ന് എഴുതുക, ശേഷം എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ, ദിസ് ലെറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദിസ് ലെറ്റർ എന്നെടുത്ത് എഴുതി. അപ്പം ആദ്യം ലെറ്റ് എഴുതി, ദെൻ പിന്നെ എന്ത് കൊടുത്തു? ഒബ്ജക്റ്റ് കൊടുത്തു, ദിസ് ലെറ്റർ എന്ന് കൊടുത്തു, ശേഷം എന്ത് കൊടുക്കണം? ബി എന്ന് കൊടുക്കണം അല്ലേ, അതല്ല നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അതല്ല നമ്മളിവിടെ പറഞ്ഞത്, ബി എന്ന് എഴുതി. ദെൻ വേർബിൻ്റെ V3 ഫോം, പോസ്റ്റ് എന്നതിൻ്റെ V3 ഫോമാണ് എന്ത്? പോസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ഉദാഹരണം കൂടി നോക്കൂ. ക്ലോസ് ദ വിൻഡോ, ക്ലോസ് ദ വിൻഡോ അല്ലെ, വിൻഡോ ക്ലോസ് ചെയ്യാൻ പറയുന്നത്, ക്ലോസ് ദ വിൻഡോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എന്ത് എഴുതണം? ലെറ്റ് എന്ന് എഴുതണം. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എഴുതണം. ഒബ്ജക്റ്റ് ആണ് ഇത്, ക്ലോസ് ദ വിൻഡോ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പം ദ വിൻഡോ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ദ വിൻഡോ എന്ന് കൊടുത്തു. ദെൻ ശേഷം എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. ഓക്കെ, ബി എന്ന് കൊടുത്തു. പിന്നെന്താണ്? ക്ലോസിൻ്റെ V3 ഫോം, ക്ലോസിൻ്റെ V3 ഫോമാണ് ക്ലോസ്ഡ് എന്നുള്ളത്. ഇവിടെ എല്ല് വിട്ട് പോയിട്ടുണ്ട്, അപ്പം എന്ത്? എല്ല് കൂട്ടുക കേട്ടോ. അപ്പം ബി ക്ലോസ്ഡ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഇനി ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ്സ്, ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ്സ് അല്ലേ, ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ്സ്. ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, അതിൽ നമുക്ക് ഏതിലേക്ക് മാറ്റണം? പാസീവിലേക്ക് മാറ്റണം. ശ്രദ്ധിക്കുക, അപ്പോൾ പാസീവോ ആക്റ്റീവോ എന്ന് ഇപ്പം തിരിച്ചറിയാൻ, അതായത് ഇംപറേറ്റീവ് സെൻറ്റൻസ് പിന്നെ പാസീവ് വോയിസ് ആണോ അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ് ആണോ തിരിച്ചറിയാൻ എന്ത് നോക്കിയാൽ മതി? അതായത് പിന്നെ പാസീവ് വോയിസ് ആകുമ്പോൾ അതിൽ എന്തുണ്ടാവും? ബി എന്നുണ്ടാവും.
ഓക്കെ, ആക്റ്റീവ് വോയിസിൽ എന്തുണ്ടാവില്ല, ബി ഉണ്ടാവില്ല. അപ്പം ചില ആൾക്ക് ഇപ്പോൾ ലെറ്റ് ഹിം എന്ന് വന്നപ്പോൾ അപ്പം തന്നെ സംശയമായിട്ടുണ്ടാവും ഇത് ഏത് വോയിസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പം ലെറ്റ് ഹിം ഈറ്റ് ദ ഫുഡ് അല്ലേ, ഇതിൽ ബി എന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്, സാധാ ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ ലെറ്റ് എന്നുള്ളത് അതുപോലെ എടുത്ത് ചെയ്താൽ ദെൻ പിന്നെ എന്താണ് ഒബ്ജക്റ്റ് ഇതാണ് ദ ഫുഡ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് അതുപോലെ എഴുതി, ഒബ്ജക്റ്റ് നമ്മൾ അതുപോലെ എഴുതി, ശേഷം എന്ത് കൊടുത്തു, ബി എന്ന് കൊടുത്തു അല്ലേ, ബി എന്ന് കൊടുത്തു. ദെൻ ഇനി വേർബിന്റെ V3 ഫോം വേണ്ടി ഈറ്റൺ, അതായത് ഈറ്റ് എന്നതിന്റെ V3 ഫോം ആണ് എന്ത്, ഈറ്റൺ എന്ന് പറയുന്നത്. പിന്നെന്താണ് ബൈ ഹിം എന്നതുപോലെ എന്ത് ചെയ്യുക കൊടുക്കുക. പിന്നെന്താണ് ബൈ എന്ന് ആഡ് ചെയ്യുക, പിന്നെ ആരാ ഇയാളല്ലേ സബ്ജക്റ്റ്, അതുപോലെ തന്നെ കൊടുക്കുക, ബൈ ഹിം എന്നത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ ഏത് ഇംപറേറ്റീവ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട സംഗതികളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ നമ്മുടെ പിന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസിൽ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കുന്നത്, ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, ഉദാഹരണം ശ്രദ്ധിക്കൂ. ഡോണ്ട് ഇൻഫോം ഹെർ പാരൻസ്, ഡോണ്ട് ഇൻഫോം ഹെർ പാരൻസ്, അവളെ മാതാപിതാക്കളെ അറിയിക്കരുതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് മാറ്റും എന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ ആദ്യം എഴുതുന്ന അതുപോലെ എഴുതുക. നമ്മൾ ആദ്യം ഇംപറേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണോ എഴുതിയിരുന്നത് അതേ രൂപത്തിൽ എഴുതുക. ആദ്യം ലെറ്റ് എന്ന് കൊടുക്കുക, ശേഷം എന്ത് കൊടുക്കുക, പിന്നെ ഹെർ പാരൻസ് എന്നുള്ള ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് അതുപോലെ എഴുതുക, ഹെർ പാരൻസ് എന്ന് എഴുതുക. ദെൻ ബി എന്ന് ആഡ് ചെയ്യുക, ബി, ദെൻ വെർബിന്റെ V3 ഫോം അല്ലേ. അപ്പോൾ ലെറ്റ് ഹെർ പാരൻസ് ബി ഇൻഫോംഡ്. ഓക്കെ, ഇനി ഇത് നെഗറ്റീവ് അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു നോട്ട് എന്ന് ചേർക്കണം. നെഗറ്റീവ് അതുകൊണ്ട് ഏത് ചേർക്കണം, നോട്ട് എന്ന് ചേർക്കണം. അതെവിടെ ചേർക്കുന്നുള്ളതാണ്, അതെവിടെ ചേർക്കേണ്ടത്, ഈ ലെറ്റിനും അതുപോലെ തന്നെ പാരൻസ് എന്നുള്ള നൗണിനും ഇടയിലാണ് നമ്മളത് ചേർക്കേണ്ടത് അല്ലേ. ലെറ്റിനും അതുപോലെ പാരൻസ് എന്നുള്ള നൗണിനും ഇടയിലാണ് ഇത് ചേർക്കേണ്ടത്, നോട്ട് ചേർക്കേണ്ടത്. അപ്പം നോട്ട് എന്ന് ഇവിടെ ചേർക്കും. ഓക്കെ, അപ്പം ലെറ്റ് നോട്ട് ഹെർ പാരൻസ് ബി ഇൻഫോംഡ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം കൂടി നോക്കുക. ഡോണ്ട് ഇൻസൾട്ട് ദ വീക്ക് അല്ലേ, ഡോണ്ട് ഇൻസൾട്ട് ദ വീക്ക് അല്ലെ, ബലഹീനരായ ആളുകളെ, ബലഹീനരെ എന്ത് ചെയ്യരുത്, ഇൻസൾട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എങ്ങനെ നമ്മൾ മാറ്റും, സാധാ എഴുതുന്ന രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം, ലെറ്റ് എന്ന് എഴുതാം തുടക്കത്തിൽ, പിന്നെ ദ വീക്ക് എന്ന് പറയുന്ന പിന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റ് അതുപോലെ എഴുതി, ദെൻ ശേഷം എന്ത് കൊടുക്കുക, ബി എന്ന് കൊടുക്കുക. ദെൻ ഇൻസൾട്ട് എന്നതിൻ്റെ V3 ഫോമാണ് ഇൻസൾട്ടഡ്, അതുപോലെ എഴുതുക, ഇൻസൾട്ടഡ് എന്ന് എഴുതുക. ഓക്കെ, അതുപോലെ എഴുതുക പറഞ്ഞാൽ V3 ഫോമിൽ എഴുതുക. ഓക്കെ, ഇൻസൾട്ട് എന്നതിൻ്റെ V3 ഫോമാണ് ഇൻസൾട്ടഡ് എന്ന് പറയുന്നത്, അപ്പോൾ V3 ഫോമിൽ കൊടുക്കുക. അപ്പം ലെറ്റ് ഡാഷ് ദ വീക്ക് ബി ഇൻസൾട്ടഡ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് എവിടെ ചേർക്കുന്നില്ല, നോട്ട് എവിടെ ചേർക്കും, ലെറ്റിനും ഈ ഒബ്ജക്റ്റിനും, അതായത് പിന്നെ ഈ നൗണിനും ഇടയിൽ എന്ത് ചെയ്യുക, ചേർക്കുക. ഓക്കെ, അപ്പം നോട്ട്, അപ്പം ലെറ്റ് നോട്ട് ദ വീക്ക് ബി ഇൻസൾട്ടഡ് എന്ന് വരും. ഓക്കെ, ഇതിനടുത്ത് നോക്കൂ, ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻറ്റ്. ഇതൊക്കെ മുൻകാല ചോദ്യം തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ, ഡോണ്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻറ്റ്, പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്നത് മതി, എന്ത് ലെറ്റ് വെച്ച് തുടങ്ങുക, ദെൻ ദ പേഷ്യൻറ്റ് എന്നുള്ള ഒബ്ജക്റ്റ് അതുപോലെ കൊടുക്കുക, ദെൻ എന്ത് ചെയ്യുക, ബി എന്ന് എഴുതുക, ദെൻ ശേഷം എന്താണ് ഡിസ്റ്റർബ് എന്നതിൻ്റെ V3 ഫോം ഡിസ്റ്റർബ്ഡ് എന്ന് എന്ത് എഴുതുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് കൊടുക്കണം, നോട്ട് എന്ന് കൊടുക്കണം. അതെന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയിൽ കൊടുക്കുക, നോട്ട്, അതായത് ലെറ്റിനും അതുപോലെ പേഷ്യൻറ്റിനും ഇടയിൽ എന്ത് ചെയ്യുക, നോട്ട് എന്ന് എന്ത് ചെയ്യുക കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഏതിൽ വരുമ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ പിന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ ചെയ്യേണ്ട സംഗതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ചിലതിൽ നമുക്ക് ചില ചോദ്യങ്ങൾ തരും, ചില ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ആ ചോദ്യം ഏത് ടെൻസിലാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഏത് ടെൻസിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ആ ചോദ്യം ഏത് ടെൻസിലാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ട് ശ്രദ്ധിക്കുക. ഡിഡ് ദേ കുക്ക് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പം ഇതൊരു ചോദ്യമാണ്. ഇത് ഏത് ടെൻസിലാണ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ നോക്കുക, ഡിഡ് എന്നല്ല ഉപയോഗിച്ചത്. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലെ ഡിഡ് ഡൺ ആണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതെന്താണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്, ഇത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പിന്നെ പാസീവ് വോയിസിൽ മാറ്റുമ്പോൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുക, വോസ് ഉപയോഗിക്കാറുണ്ട്, വേർ ഉപയോഗിക്കാറുണ്ട്, പ്ലസ് വേർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കും, നമ്മൾ വേർബിൻ്റെ V3 ഫോം നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഇതാണ് പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുക, പിന്നെ ബൈ ഉപയോഗിക്കും, പ്ലസ് സബ്ജക്റ്റ് ഉപയോഗിക്കും, അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ അവിടെ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ടെൻസ് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ മനസ്സിലായത് V2 ആണെന്ന് മനസ്സിലായി, ഡിഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വേർബിൻ്റെ
പിന്നെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വാസ്, വേർ പ്ലസ് വെബ് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തുടങ്ങണം. എങ്ങനെ തുടങ്ങും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം നിങ്ങൾ ഒബ്ജക്റ്റ് തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നിട്ടുള്ള ഒബ്ജക്റ്റ് ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് എന്താണ്? വെജിറ്റബിൾസ് എന്നാണ് ഒബ്ജക്റ്റ്. അതെന്താണ്? പ്ലൂറൽ അല്ലേ? അത് പിന്നെ ഒന്നിൽ കൂടുതലില്ല. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? വേർ എന്ന് ആദ്യം ഉപയോഗിക്കും. അതാണ് വേർ എന്നുള്ളത് ആദ്യം ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ വാസ് എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ വെജിറ്റബിൾസ് എന്നായതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ച് വേർ ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു? ഈ ഒബ്ജക്റ്റിന് കൊടുത്തു വേർ വെജിറ്റബിൾസ്. ദെൻ കുക്ക് എന്നതിൻ്റെ V3 ഫോമാണ് കുക്ക്ഡ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ബൈ പ്ലസ് ദ എന്നുള്ളത് എന്തായി? ദം എന്നായി. ഓക്കെ, അപ്പം വേർ വെജിറ്റബിൾസ് കുക്ക്ഡ് ബൈ ദം എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഇനി മറ്റു ചില ഉദാഹരണം കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും. ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ്? ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് ഏത് ടെൻസ് ആണ്? ഡസ് ആണ് വന്നത് അല്ലേ? ഡു, ഡിഡ് അല്ലെ? ഡു, ഡസ്. നമ്മൾ ഡസ് പറയാറുണ്ട്, ഡിഡ്, ഡൺ എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്? ഇത് പ്രസന്റ് ടെൻസ് അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടല്ലേ ഡസ് വന്നത്. ഓക്കെ, അപ്പോൾ പ്രസന്റ് ടെൻസ് ആണ് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിന് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഈസ്, ആം, ആർ പ്ലസ് വേർബിന്റെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റ് നോക്കുക. ക്രിക്കറ്റ് എന്നുള്ളതാണ്. ക്രിക്കറ്റ് എന്നുള്ളത് സിംഗുലർ ആയിട്ട് പറയാറുള്ളതാണ് ക്രിക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഇവിടെ ഈസ് ഉപയോഗിച്ച്. ഓക്കെ, ഇനി അവിടെ പ്ലൂരൽ ആണെങ്കിൽ, ഈ ഒബ്ജക്റ്റിന്റെ ഇവിടെ പ്ലൂരൽ ആണെങ്കിൽ നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വേർ ഉപയോഗിച്ചു. ഓക്കെ, ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? നമ്മൾ ഈസ് ഉപയോഗിച്ചു. അപ്പോൾ ഈസ് എന്ന് എഴുതുക. ശേഷം എന്താണ് ആ ഒബ്ജക്റ്റ് അതുപോലെ എടുത്ത് ചെയ്ത് ക്രിക്കറ്റ്, ഈസ് ക്രിക്കറ്റ്. ദെൻ പ്ലേ എന്നതിന്റെ V3 ഫോമാണ് പ്ലേഡ്. ദെൻ എന്ത് കൊടുത്തു? ബൈ എന്ന് കൊടുത്തു. പിന്നെ ഷീ എന്നുള്ളത് എന്തായി? ഹർ എന്നായി. അപ്പം ഈസ് ക്രിക്കറ്റ് പ്ലേഡ് ബൈ ഹർ എന്ന് വരും. ഓക്കെ, ഇതിനടുത്ത് നോക്കൂ. ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? അവള് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഈ ടെൻസ് ഏതാണ്? ഒന്ന് നോക്കാതെ നിങ്ങൾക്ക് ഈസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ING ഫോം കണ്ടാലേ മനസ്സിലാവും. ഇതെന്താണ്? ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിലെന്ത് കൂടും? പാസീവിലേക്ക് മാറുമ്പം ബീയിങ് എന്ന് കൂടും. പിന്നെ വേർബിന്റെ V3 ഫോമും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യം ഈ ഒബ്ജക്റ്റ് നോക്കി. ഈ ഒബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഈസ് ഉപയോഗിച്ചു. ഓക്കെ, അവിടെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? ഇവിടെ ആർ ഉപയോഗിച്ചേനെ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈസ്, ദെൻ ഇംഗ്ലീഷ് എന്ന് ആ ഒബ്ജക്റ്റ് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ ദെൻ എന്ത് കൊടുക്കും? നമ്മൾ ഈസ് ഇംഗ്ലീഷ് ബീയിങ് എന്ന് ചേർക്കുമ്പോൾ എന്ത് ചേർക്കും? ബീയിങ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതിലാണ് ബീയിങ് ചേർക്കാറുള്ളത്? നമ്മൾ ബീയിങ് ചേർക്കാറുള്ളത് പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ചേർക്കാറുള്ളത്. ഓക്കെ, ബീയിങ് ലേണിംഗ് എന്നതിന്റെ V3 ഫോമാണ് ലേൺഡ് ബൈ ഹർ അല്ലെ? ഷീ എന്നുള്ളത് എന്താവും? ഹർ എന്നാവും. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ഹാസ് ഷീ കോൾഡ് യു ആൻ ഇഡിയറ്റ് അല്ലെ? പിന്നെ അവളെ നീനെ ഒരു ഇഡിയറ്റ് എന്ന് വിളിച്ചു എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? യു എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, യു എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ തുടങ്ങേണ്ടത് ഫസ്റ്റ് ഏത് കൊടുക്കും? ഹാസോ അതുപോലെ തന്നെ ഹാവോ കൊടുക്കും. യു എന്നുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് യുവിൻ്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കാറില്ല, ഹാവ് മാത്രമേ ഉപയോഗിക്കൂ. അപ്പം നമ്മൾ എന്ത് കൊടുക്കും? ഹാവ് എന്ന് കൊടുക്കും. ദെൻ ആ ഒബ്ജക്റ്റ് അതുപോലെ ഇങ്ങോട്ട് എഴുതി. അപ്പം ഹാവ് യു. ദെൻ അപ്പോൾ ഇത് ഏതാണ്? ഹാസ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടും? ബീൻ എന്ന് കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ്? നമ്മൾ ബീൻ എന്ന് ആഡ് ചെയ്തു. ബീൻ ആദ്യം, പിന്നെ ഓക്സിലറി വെർബ് എഴുതി, ദെൻ ശേഷം എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ചെയ്തു. ദെൻ പിന്നെ എന്ത്? ബീൻ എന്ന് ആഡ് ചെയ്തു. ദെൻ വെർബിന്റെ V3 ഫോം കോൾഡ് അല്ലേ? അപ്പോൾ അതിലും V3 ഫോം V3 ഫോം അതുപോലെ ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി. കോൾഡ് എൻ ഇഡിയറ്റ് ബൈ ഹർ. ഷീ എന്നുള്ള എന്താവും? ഹെർ ആകും. ഓക്കെ, ഇത്രയും ആണ് ചോദ്യങ്ങൾ വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ടെൻസിൻ്റെ കാര്യങ്ങളും പറഞ്ഞു, ഇംപറേറ്റീവ് സെൻറ്റൻസും പറഞ്ഞു, ചോദ്യവാക്യങ്ങളും വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുക കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതോടുകൂടി ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.